പേരെങ്ങനെയാ? എൻ്റെ പേര് മൈമൂനത്ത്. മൈമൂനത്ത് മജീദക്കാട് ഭാര്യ. അതിനെ പറ്റി ഒന്നും പറയാനില്ല. അമ്മച്ചീനെ പറ്റി എന്ത് പറയാൻ, നല്ല ഇതാണ് അമ്മച്ചി. എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും ഇതാക്കാനും മനസ്സിലാക്കാനും. കല്യാണം കഴിഞ്ഞിവിടെ വരുന്നത്? കല്യാണം കഴിഞ്ഞ പിന്നെ അമ്മച്ചിനെ കാണാൻ അമ്മച്ചിയായിട്ട് ഭയങ്കര ഇതൊക്കെ. അങ്ങനെ കുറച്ചാളെ ഞാൻ അവിടെ നിന്നോളൂ. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ ആയിരുന്നു. പിന്നെ അമ്മച്ചിയോട് വരെയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്ഥിരമായിട്ട് അമ്മച്ചിക്ക് നിൽക്കൂല, എങ്കിലും അമ്മച്ചിക്ക് ഒറ്റക്ക് താമസിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ അമ്മച്ചി അങ്ങോട്ട് പോയി. ഒത്തിരി സ്നേഹമൊക്കെ ഇല്ലേ, ഒരുപാട് സ്നേഹം ഉണ്ടായി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹത്തിലായിരുന്നു. എല്ലാവരും നല്ല സ്നേഹമാണ് അമ്മച്ചിക്ക്, നല്ല ഇതാണ്. ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഇല്ല. ഇവർക്കൊക്കെ ഉമ്മയുടെ ഒരു ഇതാണോ ഉണ്ടായിരിക്കുന്നത്? ഈ മറ്റുള്ളവരെ സഹായിക്കാൻ? അത് തീർച്ചയായിട്ടും ഉണ്ട്. ആ സ്വഭാവം തന്നെയാണ് നിൽക്കാൻ കിട്ടിയത്. അതായത് ആർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും, ചെയ്യും. അവനൊരു ശരീരം പോലും നോക്കൂല, എല്ലാത്തിനും നല്ല ഇതായിട്ട് ചെയ്യാൻ പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ അങ്ങനെ ആർക്ക് വേണ്ടി ശുദ്ധഗതിക്ക് ഇറങ്ങി തിരിച്ചാണോ, മറ്റുള്ളവരെ സഹായ ബുദ്ധിമുട്ടുകൾ ഇറങ്ങി തിരിച്ച് പെട്ടുപോയതാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് എന്തെങ്കിലും സംഭവിക്കുള്ളൂ നമ്മൾ അറിയുള്ളൂ. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഭയങ്കര വിഷമമുണ്ടായി. കുറേ ഞങ്ങൾ ആദ്യമേ തുടങ്ങി അന്വേഷിച്ചിലാണ്. ഇങ്ങനെ കാണാണ്ട് വരുമ്പോൾ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യും. എല്ലായിടത്തും പോയാൽ ഞാനും എൻ്റെ മക്കളും ഭാര്യയും എല്ലാവരും 4-5 ദിവസമൊക്കെ ഞങ്ങൾ വിട്ടു നിന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ പോയി തമിഴ്നാട് അങ്ങനെ പോകാറുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കറങ്ങി. പിന്നെ ഞാൻ ഡൽഹിയിലൊക്കെ യാത്ര ചെയ്യണതാണ്. ഡൽഹിയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ആ ഒരു പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നു. അവിടുന്ന് അവിടെ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോവാറ് സാധാരണ. ഒറ്റക്കൊന്നും പോവാറില്ല, അങ്ങനെ ഒറ്റക്കൊന്നും പോവില്ല. അവിടുന്ന് ഗ്രൂപ്പ് ഇപ്പൊ എവിടെയെന്ന് വെച്ചാൽ നമ്മ ഇവിടെ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ പോവും, അല്ലാതെ ഒറ്റക്ക് പോവില്ല. ഇല്ല. എന്നേക്കാൾ കൂടുതൽ അടുപ്പം എൻ്റെ അനിയനോടാണ്. ഇപ്പൊ എന്നെ വിളിച്ചില്ലെങ്കിലും അവനുമായിട്ട് സംസാരിക്കാതിരിക്കൂല. കാരണം വിളിക്കുമ്പോ വരെയും പോവുകയൊക്കെ ചെയ്യും. അപ്പൊ എന്തായാലും എന്നെ വിളിച്ചില്ലെങ്കിലും അവനെ വിളിക്കുമെന്നുള്ള 100% ഉറപ്പാണ്. ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നിയില്ല? ഇപ്പോഴല്ലേ ഒത്തിരി ഈ വാർത്തകൾ വന്നോണ്ടിരിക്കുന്നതേ. ഇത് അറിഞ്ഞപ്പോ ഭയങ്കര വിഷമമായി. നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ജീവിച്ചിരിപ്പണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും ഇതാ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു നമുക്ക് എന്താന്നുള്ളത് ഒരു ഇതില്ല. നമ്മള് എങ്ങനെയാ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടാക്കണതും കൊടുക്കണതും. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുമായിട്ട് ഭയങ്കര സഹകരണം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മമ്മ ഒറ്റക്കായിരുന്നല്ലോ അവിടെ. അല്ല, അമ്മമ്മ ഒരു ഇതാണ്. അപ്പൊ അവരൊക്കെ ആയിട്ടും ഭയങ്കര ഇതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യും, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതുമൊക്കെ പോയി എല്ലാം റെഡിയാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളതാണ്. എത്ര വർഷം കണ്ടു ഉമ്മായെ ഇവിടെ വന്നിട്ട്? ഇല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ മിസ്സിംഗ് ആണെന്ന് ഞങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ. 2012 വരെ കുറഞ്ഞ കാലഘട്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 40-42 വർഷം. എന്നാലും 10-30 വർഷത്തെ ബന്ധങ്ങളില്ലേ. ഇവിടെ വന്ന് ഇവിടെ എത്ര 1-2 കൊല്ലം താമസിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ആയതിനു ശേഷം ഇവിടെ ആയിരുന്നു കൂടുതലും താമസിച്ചിരുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് ഉമ്മ അങ്ങനെ അങ്ങോട്ട് മാറി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വഴക്കുമ്പോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ജീവിക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. ആരാടായിട്ടും വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ല. ഉമ്മയ്ക്ക് ഒത്തിരി ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ബന്ധുക്കളുടെ അടുത്തൊന്നും അങ്ങനെ പോക്കൊന്നുമില്ല. ബന്ധുക്കളൊക്കെ ഇഷ്ടം. കാര്യം എല്ലാവരും ഒക്കെ നല്ല നിലയിലൊക്കെ ജീവിക്കുന്ന അന്നൊക്കെ നല്ല നിലയിലായിരുന്നു. പക്ഷേ നമ്മളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. പക്ഷെ എങ്കിലും ആരുടെയും വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ആരോടും സഹായം ചോദിക്കാനോ ഒന്നും ഇതുവരെ പോയിട്ടും ഇതുമായിട്ടൊന്നുമില്ല. ഉമ്മയുടെ ആൾക്കാരും ആയാലും പാപ്പയുടെ ആൾക്കാരും ഒക്കെ നല്ല പൊസിഷനിലുള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ ആരുടെടുത്തും പോയി ഒരു സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അന്നൊന്നും ആരും പോയി അവരോട് സഹായം ചോദിക്കാനൊന്നും എൻ്റെ ഉമ്മ നിന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അഭിമാനിയായിരുന്നു ഉമ്മ അല്ലേ? നമുക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ ആരുടെ അടുത്തും ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഉമ്മയുടെ സ്വത്തോ വാപ്പാടോ മുതലോ ഒന്നും ഞാനും ആരോടൊന്നും ഒന്നും മേടിച്ചിട്ടില്ല. നമ്മള് അധ്വാനിച്ച് ചെറുപ്പം തുടങ്ങി അധ്വാനിക്കുമായിരുന്നു. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ചെറുപ്പം അധ്വാനി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? തീർച്ചയായും. അതുപോലെ കരുതലും ഉണ്ടല്ലേ ഇപ്പം മക്കളോടും എല്ലാം നല്ല ഇതാണ്.
ഈ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ടുണ്ടോ ഉമ്മ? ഇപ്പം ഇവിടെ ചെറിയ മക്കളെ പിന്നെ എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ടില്ല. ഇല്ല ഇല്ല കൊച്ചുമക്കളെ കണ്ടിട്ടില്ല. എന്റെ മക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 പിള്ളേരെ കണ്ടിട്ടുള്ളൂ. 2 പിള്ളേരെ ഇവർക്കൊക്കെ എത്ര വയസ്സായപ്പോൾ അമ്മായി കാണാതായത്? അവർക്ക് ഏകദേശം 10, 20, 22 വയസ്സൊക്കെ ആയി. അതുവരെ ഇവർക്ക് അമ്മായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ കാണാൻ വലിയ താല്പര്യമായിരുന്നു. ആണല്ലേ? വീട് എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. ഈ നാട്ട് തന്നെയാണ്. നേരത്തെ കണ്ടാണ് രണ്ടുപേരും തമ്മിൽ? ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ വന്നു, അങ്ങനെ ഉറപ്പിച്ചെന്നുള്ളൂ. കണ്ടിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. തമ്മിൽ അറിയില്ല, കാണാറുണ്ട്. അല്ല, ഇഷ്ടപ്പെട്ട് കൊണ്ട് വന്ന കല്യാണമാണ് അല്ലേ? ഇഷ്ടപ്പെട്ട് അവര് ആലോചിച്ച് വന്നപ്പോ. അപ്പൊ കുഞ്ഞിലെ പോലെ ഉമ്മയ്ക്കും അറിയാം, ആയിഷാക്കായ്ക്കും അറിയാമായിരുന്നു അല്ലേ മരുമോളെ? മക്കളുടെ പേരൊക്കെ? മോന്റെ പേര് അബ്ദുൽ മനാഫ്, ഇളയ മോന്റെ പേര് മൻസൂർ നജീബ് ആണല്ലേ? അവരൊക്കെ ഒരാളിപ്പം ന്യൂസിലാൻഡിലാണ്, ഒരാളിപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആണല്ലേ? അയാളുടെ ഭാര്യയാണത്. പുള്ളിക്കാരി എവിടെയാ? ഏത് സ്ഥലം? ഇവിടെ തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു നല്ലൊരു വലിയ ഫാമിലി ഉണ്ടല്ലോ ഇവിടെ. എന്തായാലും അമ്മയുടെ ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കത് മരിച്ചത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ലല്ലോ. നല്ലത് സംഭവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ നമുക്ക് പറ്റുള്ളൂ, വേറെ ഒന്നും പറയാം. അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ആ രീതി നല്ല രീതിയിൽ ചിലപ്പോൾ അതിനൊക്കെ ഒരു നിമിത്തമായിരിക്കും. ഇപ്പൊ ഈ സിന്ധു പത്മനാഭന്റെ വിഷയമൊക്കെ വന്നപ്പോഴൊക്കെ തീർച്ചയായിട്ടും ഇനിയിപ്പോ അന്നിട്ട് എന്തായാലും ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഗവൺമെന്റിൽ നിന്നായാലും പോലീസിൽ നിന്നായാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ ഇതാണ് ഞാൻ ഇപ്രാവശ്യം ആ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇതിനൊരു വഴിത്തിരിവ് ഉണ്ടാവും എന്നുള്ളത്. ഭയങ്കര വിഷമമാണ് അവർക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.